യാഥാസ്ഥിക ചട്ടക്കൂടിൽ തുടരണോ അതോ മാറ്റങ്ങൾക്ക് കൈകൊടുക്കണോ? ഈ നിർണായക ചോദ്യത്തിന് ഇറാൻ ജനത ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. കടുത്ത യാഥാസ്ഥികവാദി സയ്യിദ് ജലീലിയെ പിന്തള്ളി പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ്. എണ്ണിത്തീർന്ന 30 ദശലക്ഷത്തിലധികം വോട്ടുകളിൽ 53.3% വോട്ട് നേടിയാണ് പെസഷ്കിയാന്റെ മുന്നേറ്റം. ജലീലിക്ക് കിട്ടിയതാകട്ടെ 44.3% വോട്ട്. ജൂൺ 28 നടന്ന ആദ്യ റൗണ്ടിൽ ഒരു സ്ഥാനാർത്ഥിക്കും ഭൂരിപക്ഷം കിട്ടാതായതോടെയാണ് വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിയത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചതിനെ തുടർന്നാണ് രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. നിർണായക രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഇറാൻ രാഷ്ട്രീയത്തിൽ അത്യന്തം നിർണായകമാണ് ഇപ്പോൾ വന്ന ജനവിധി. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ പാശ്ചാത്യ ലോകമെടുക്കുന്ന കർശന നിലപാട് ഒരു വശത്ത്, മറുവശത്താകട്ടെ ഇസ്രയേലുമായി നേർക്കുനേർ പോരാട്ടം. അമേരിക്ക ഇസ്രയേൽ കൂട്ടുകെട്ടിനെതിരെ ഒരു ബദൽ ചേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ്. ഇതിൻ്റെയൊക്കെ അമരക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി. ഈ അഭാവമുണ്ടാക്കിയ ഞെട്ടൽ മാറും മുൻപാണ് രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. ഇബ്രാഹിം റൈസിയുടെ പകരക്കാരൻ ആരായിരിക്കും എന്നതായിരുന്നു അന്നു മുതൽ ഉയർന്നു കേട്ട ചോദ്യം. എന്നാൽ റൈസി പിന്തുടർന്ന കടുത്ത നിലപാടുകൾ അതേ തീവ്രതയിൽ തുടരുമോ മസൂദ് പെസഷ്കിയാൻ? കടുത്ത മതനിഷ്ഠ പുലർത്തിയിരുന്ന നേതാവായിരുന്നു ഇബ്രാഹിം റൈസി. പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുള്ള ഖുമൈനിയുടെയും ഇപ്പോഴത്തെ നേതാവ് അലി ഖമേനിയുടെയും വിശ്വസ്തൻ. റൈസിയെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അട്ടിമറി ആരോപിക്കപ്പെട്ടു. റൈസി കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ 4 വനിതകളടക്കം 80 പേരാണ് മത്സരിക്കാൻ നാമനിർദ്ദേശം സമർപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതലയുള്ള ഗാർഡിയൻ കൗൺസിൽ മത്സരിക്കാൻ അനുമതി നൽകിയതാകട്ടെ 6 പേർക്ക് മാത്രം. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നതടക്കം തള്ളാൻ പറഞ്ഞത് പല കാരണങ്ങളാണ്. ഒടുവിൽ മത്സര രംഗത്തുണ്ടായിരുന്നത് പെസഷ്കിയാനും ജലീലി അടക്കം 6 പേർ. അവസാന റൗണ്ട് എത്തിയപ്പോൾ പരിഷ്കരണവാദിയും അതിയാഥാസ്ഥികനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് ഇറാൻ സാക്ഷ്യം വഹിച്ചു. രാജ്യത്ത് പേരെടുത്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു മസൂദ്. തബ്രീസിൽ നിന്ന് പാർലമെന്റിലെത്തിയ പെസഷ്കിയാൻ ആരോഗ്യമന്ത്രിയായും പ്രവർത്തിച്ചു. ഇതിനു മുൻപ് മത്സര സന്നദ്ധത അറിയിച്ചിരുന്ന പല പരിഷ്കരണവാദി നേതാക്കളുടെയും നാമനിർദ്ദേശ പത്രിക 12 അംഗങ്ങളുള്ള ഗാർഡിയൻ കൗൺസിൽ കൂട്ടത്തോടെ തള്ളിയിരുന്നു. കഴിഞ്ഞ തവണ ഇതിൽ പ്രതിഷേധിച്ച് നിരവധി ആളുകൾ വോട്ടെടുപ്പ് ബഹിഷ്കരണം തന്നെ നടത്തി. ഇറാനിലെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ചും രാജ്യത്തിന് പുറത്തും അകത്തും വലിയ രീതിയിൽ വിമർശനവും നേരിട്ടു. ഇത്തവണ ഈ പ്രതിഷേധം ഒഴിവാക്കാനും സുതാര്യമെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനുമാണ് പെസഷ്കിയാന്റെ പത്രിക തള്ളാതിരുന്നത് എന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. പക്ഷേ മസൂദ് പെസഷ്കിയാന്റെ പരിഷ്കരണ നിലപാടുകളോടുള്ള കടുത്ത എതിർപ്പ് ഇറാനിലെ ആത്മീയ നേതൃത്വം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇറാനിലെ സദാചാര പോലീസ് നടപടികളുടെ കടുത്ത വിമർശകനാണ് പുതിയ പ്രസിഡന്റ്. ഐക്യവും ഒത്തുചേരലുകളും ഒക്കെ ആവശ്യമാണെന്ന നിലപാടുള്ള നേതാവ്. ആണവ കരാറിന്റെ പേരിൽ ലോകരാജ്യങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇറാനെ അതിൽ നിന്ന് കരകയറ്റും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉറപ്പ്. ഇതിനായി വൻശക്തി രാജ്യങ്ങളുമായി ചേർന്ന് ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി എതിർ സ്ഥാനാർത്ഥിയായ സയ്യിദ് ജലീലിയോ? കടുത്ത യാഥാസ്ഥികവാദി, പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രധാന വിമർശകൻ, ആണവ പദ്ധതികളുടെ വക്താവ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് അനുയായികൾ വിളിക്കുന്നു. തീവ്ര വലതുപക്ഷ പാർട്ടിയായ പെയ്താരിയെ നയിക്കുന്ന ജലീലി കടുത്ത പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താവ് കൂടിയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഏത് തരത്തിലുള്ള സമവായ നീക്കങ്ങളെയും അദ്ദേഹം അന്ധമായി എതിർത്തു. മാത്രമല്ല ആത്മീയ നേതൃത്വവുമായി നല്ല ബന്ധവും. ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയോടുള്ള എതിർപ്പ് മൂലം വളരെ കുറവ് പോളിംഗ് മാത്രമാണ് നടന്നത്. എന്നാൽ യാഥാസ്ഥികവാദിയായ ജലീലി പ്രസിഡന്റാകുന്നത് ഒഴിവാക്കാൻ ആളുകൾ അവസാന ഘട്ടത്തിൽ വോട്ട് ചെയ്തു. ഫലം പ്രഖ്യാപിക്കും മുൻപ് തന്നെ പെസഷ്കിയാൻ അനുകൂലികൾ ആഘോഷ പ്രകടനങ്ങൾ തുടങ്ങിയിരുന്നു. പ്രസിഡന്റ് പദവിയിലേക്ക് ഒരു പരിഷ്കരണവാദി എത്തി എന്നതുകൊണ്ട് മാത്രം പഴയ നയനിലപാടുകളിൽ നിന്ന് വലിയൊരു മാറ്റം ഇറാനിൽ നടക്കും എന്ന് കരുതാൻ വയ്യ. ഇപ്പോഴും അധികാരത്തിന്റെ ചരട് ആത്മീയ നേതൃത്വത്തിന്റെ കയ്യിൽ തന്നെയാണ്. പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികളും ചെറുതല്ല.
പക്ഷേ മാറ്റം പ്രതീക്ഷിക്കുന്ന ഒരു ജനതയുടെ നിലപാട് പ്രഖ്യാപനം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് പറയാതെ വയ്യ.